നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അരവിന്ദ് കേജ്രിവാൾ തിരികെ വരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങാൻ കോടതി അനുമതിയുള്ളതിനാൽ കേജ്രിവാളിന്റെ വരവ് 4ാം ഘട്ടം മുതൽ തെരഞ്ഞെടുപ്പ് കളം മാറ്റുമോ? തിഹാർ ജയിലിൽ നിന്നിറങ്ങുന്ന കേജ്രിവാൾ ഇന്ത്യ സഖ്യത്തിന്റെ അമരക്കാരന്റെ റോളിലാകും ഇനി ഇറങ്ങുക. ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന മുദ്രാവാക്യം ആപ്പ് മുഴക്കിക്കഴിഞ്ഞു. കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ കേജ്രിവാളിന് സുപ്രീം കോടതിയുടെ വിലക്കുണ്ട്. എന്നാൽ കേജ്രിവാളിനെ മുന്നിൽ നിർത്തി വിഷയം ഉന്നയിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയും. ഇനിയും 4 ഘട്ടം ബാക്കിയുള്ളപ്പോൾ കേജ്രിവാളിന്റെ വരവ് തെരഞ്ഞെടുപ്പ് കളം മാറ്റുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് വിൽസൺ മാത്യു, BJP വക്താവ് ശ്രീ കെ ശ്രീകാന്ത്, കോൺഗ്രസ് വക്താവ് ശ്രീ റോണി കെ ബേബി, മാധ്യമപ്രവർത്തകൻ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകൻ ശ്രീ സന്തോഷ് ജോയ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ കെ ശ്രീകാന്ത്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അരവിന്ദ് കേജ്രിവാളിന് അനുവാദം നൽകുന്നതാണ്. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനൊരു ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. ബാക്കി കേസിന്റെ മെറിറ്റിലേക്ക് പോയിട്ടില്ല. പക്ഷേ കേജ്രിവാളിന് ഇങ്ങനെ ഒരു അനുമതി കിട്ടുന്നത് അത് സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിന് ഊർജം പകരുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇന്ത്യ സഖ്യത്തിന് ഊർജം പകരാനൊന്നുമില്ല. ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ആൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകാനുള്ള ഒരു അവസരം സുപ്രീം കോടതി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന അഭിപ്രായമില്ല. അതുപോലെ തന്നെ അത് ഏതെങ്കിലും തരത്തിൽ BJPയെയോ കേന്ദ്ര സർക്കാരിനെയോ മോദി സർക്കാരിനെയോ തിരിച്ചടിയാണെന്ന് പറയാനും സാധിക്കില്ല. ഇതിലൂടെ ഈ നാട്ടിൽ നടക്കുന്ന അഴിമതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ആ ചർച്ച ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇതില് കേജ്രിവാളിന് എന്തെങ്കിലും ഒരു വലിയ മേൽക്കൈമ ഇതിനകത്ത് കിട്ടി എന്ന് പറയാനില്ല. അത്തരത്തിലുള്ള ഒരു ഡെക്ലറേഷനൊന്നും ആവശ്യമില്ല. ഇവിടെ ആകെ സംഭവിച്ചിരിക്കുന്നത് 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കേജ്രിവാളിന് താൽക്കാലികമായിട്ടൊന്ന് പുറത്തു വരാനും കുറച്ച് നരേന്ദ്രമോദിജിയെയും അതുപോലെ തന്നെ NDA സർക്കാരിനെയും വിമർശിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടുന്നു. അതിനപ്പുറത്ത് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള കാര്യവും നടക്കുമെന്ന് BJP വിശ്വസിക്കുന്നില്ല. ഇതിനകത്ത് BJP ഉന്നയിച്ചിട്ടുള്ള അഴിമതിക്കെതിരായിട്ട് നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടത്തിൽ ഒന്നുകൂടി ഊർജം പകരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ പോയിട്ടുള്ളത് ആരുടെ പരാതിയിലാണ്? ഞാൻ ഒന്നിടപെടുകയാണ്. തിഹാർ ജയിലിൽ നിന്ന് അരവിന്ദ് കേജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അരവിന്ദ് കേജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അരവിന്ദ് കേജ്രിവാൾ 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം തിഹാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തിഹാർ ജയിലിന് മുന്നിൽ എത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അവർ എത്തിയതാണ്. ഉച്ചയോടുകൂടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നത്. ഇടക്കാല ജാമ്യം അരവിന്ദ് കേജ്രിവാളിന് അനുവദിച്ചുകൊണ്ട് 20 ദിവസത്തെ ജാമ്യമാണ്. ജൂൺ 1 വരെയാണ് ഈ ജാമ്യ കാലാവധി. അതിനുശേഷം ജൂൺ 2-ന് കീഴടങ്ങണം അരവിന്ദ് കേജ്രിവാൾ എന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കാളിയാകാം. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകുവാനുള്ള പ്രത്യേക അനുമതിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അതല്ലാതെ ഡൽഹി മുഖ്യമന്ത്രി എന്ന പദവി നിർവഹിക്കാൻ, അതിന്റെ മറ്റ് ഡ്യൂട്ടികൾ നിർവഹിക്കുവാനുള്ള അനുവാദം നൽകിയിട്ടില്ല. ഓഫീസിൽ പോകുവാനുള്ള അനുമതി നൽകിയിട്ടില്ല. ഒപ്പിടാനുള്ള അനുമതി നൽകിയിട്ടില്ല. മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അരവിന്ദ് കേജ്രിവാളിന് പങ്കെടുക്കാം. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും ആരുമായും ചർച്ച ചെയ്യാൻ പാടില്ല, ഉന്നയിക്കാൻ പാടില്ല. പരസ്യമായ പ്രചാരണങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്ന നിർദ്ദേശവും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യം ഇതിനകം തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഊർജം പകരുമെന്ന കാര്യം, അതോടൊപ്പം തന്നെ ഇടക്കാല ജാമ്യം സുപ്രീം കോടതി നൽകിയതും. ദൃശ്യങ്ങൾ കാണുന്നത് തിഹാർ ജയിലിന് മുന്നിൽ നിന്നുള്ളതാണ്. അരവിന്ദ് കേജ്രിവാൾ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നേരത്തെ തിഹാർ ജയിലിൽ എത്തിയിരുന്നു. പാർട്ടി പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുകയാണ് ജയിലിന് മുന്നിൽ.
नंबर 3 पर खड़े उनसे मेरे अनुरोध है कि इधर आ जाइए आगे सर। और जेल के ताले टूट गए, 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 और जेल के ताले टूट गए। ആം ആദ്മി പാർട്ടി നേതാക്കൾ പ്രവർത്തകർ ഇപ്പോൾ ധാരാളം പേർ തിഹാർ ജയിലിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ടാണ് ആ സന്തോഷം അവർ പങ്കുവെക്കുന്നത്. ശ്രീ സന്തോഷ് ജോയ്, ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളുണ്ടല്ലോ, ഇത് എത്രത്തോളം ശക്തി പകരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ത്യ സഖ്യത്തിന്? ഇത് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷ നേരത്തെ ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾ ഇങ്ങനെ ഒരു ഇടക്കാല ജാമ്യത്തിലേക്ക് വരികയാണ് എന്ന പ്രതീതി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ മുതൽ ഇന്ത്യ സഖ്യം ഒരു പ്രതീക്ഷയിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് ഒരമരക്കാരൻ എന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കളം മാറ്റുവാനുള്ള ശ്രമമായിരിക്കുമല്ലോ അരവിന്ദ് കെജ്രിവാൾ നടത്തുക. അതിൽ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ടോ? താങ്കൾ എങ്ങനെയാണ് കാണുന്നത് കെജ്രിവാൾ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നതിനെ? മഞ്ജുഷ്, ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ പോക്കാം. അതിനു മുമ്പ് ഹേമന്ത് സോറൻ ഒരു മുഖ്യമന്ത്രി ജയിലിൽ പോയിരുന്നു. പക്ഷെ അത് വളരെ ഓളം പിടിച്ച ഒരു കാര്യമല്ലായിരുന്നു. കാരണം അത് ജാർഖണ്ഡിൽ നടന്നൊരു സംഭവമാണ്. നമുക്കറിയാം, നമ്മുടെ മീഡിയയ്ക്ക് ഒരു ബയസ് ഉണ്ട്. ഡൽഹിയിൽ നടക്കുന്ന സംഭവം, രാഷ്ട്രീയ സംഭവങ്ങളും സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സംഭവത്തെ പറ്റി കൂടുതൽ സംസാരിക്കാത്ത മീഡിയയാണ് നമ്മൾ. പക്ഷെ ഡൽഹിയിൽ ഇങ്ങനത്തെ ഒരു സംഭവ വികാസം നടക്കുമ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ പോക്ക് അത് ക്യാമ്പയിൻ രണ്ടുപേരും, ഇന്ത്യ അലയൻസും BJPയും രണ്ടും അതൊരു വിഷയമാക്കി മാറ്റി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം BJP മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാല് കറപ്റ്റ് ആൾക്കാരെ എല്ലാം ജയിലിൽ പറഞ്ഞയക്കാനുള്ള ശേഷിപ്പ് ഉള്ള ഒരാളാണ് നരേന്ദ്രമോദി. എന്ന് പറഞ്ഞാൽ ആരായാലും, അത് മുഖ്യമന്ത്രി ആയാലും അത് എത്ര വലിയ മനുഷ്യനായാലും അവരെ പിടിച്ച് ജയിലിലിടാൻ ഉള്ളൊരു സാമർഥ്യമുള്ളൊരു പ്രധാനമന്ത്രി അത് നരേന്ദ്രമോദി ആണെന്ന് തെളിയിപ്പിക്കുന്ന ഒരു ക്യാമ്പയിനാണ്. ബിൽ ബോർഡ്സ് മുതൽ എല്ലായിടത്തും ഈ മുസ്ലിം സംസാരിക്കുന്നതിന് മുമ്പ് വരെ, കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് മുസ്ലിം സംസാരം തുടങ്ങിയത്. അതിനു മുമ്പ് വരെ കറപ്റ്റ് ആൾക്കാരെ പിടിച്ച് ജയിലിൽ ഇടാൻ സാമർഥ്യമുള്ള ഒരേ ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു BJPയുടെ ക്യാമ്പയിൻ. അതേ സമയത്ത് ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ സന്തോഷ്. കൂടുതൽ ദൃശ്യങ്ങൾ വരികയാണ്. അരവിന്ദ് കെജ്രിവാളുമായി പുറത്തു വന്ന വാഹനത്തിന് ചുറ്റും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ സന്തോഷ സൂചകമായി തടിച്ചുകൂടിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ്. തിഹാർ ജയിലിന്റെ മുന്നിൽ നിന്ന് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അരവിന്ദ് കെജ്രിവാളിനെ കാണുന്നതിന് വേണ്ടി തടിച്ചുകൂടിയിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണുകയാണ്. 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഒപ്പമുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ ഒപ്പമുണ്ട്. അനേകം പാർട്ടി പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമായി എത്താൻ പോവുകയാണ്. സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിയോടുകൂടി ഇടക്കാല ജാമ്യം 20 ദിവസത്തേക്ക് നൽകിയിരിക്കുന്നു. ജൂൺ 1 വരെ ജാമ്യം നൽകിയിരിക്കുകയാണ്. ഈ കേസിന്റെ മെറിറ്റിലേക്ക് സുപ്രീം കോടതി കടന്നിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകുവാനുള്ള അവകാശം ഉണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ഒറ്റ കാര്യത്തിന്മേലാണ് ഇങ്ങനെ ഒരു ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഈ രീതിയിലുള്ള ഇടക്കാല ജാമ്യം. മറ്റു കാര്യങ്ങളിലേക്കൊന്നും സുപ്രീം കോടതി പോയില്ല. പക്ഷേ ഇടക്കാല ജാമ്യം നൽകരുത്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കരുത് എന്നീ കാര്യങ്ങൾ ഇന്ന് ഇഡിക്ക് വേണ്ടി അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ അക്കാര്യങ്ങൾ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വാദത്തിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചതാണ്. ഇതിനു മുൻപ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാതെ വന്നപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവിലും പറയുന്നുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുവാൻ അരവിന്ദ് കെജ്രിവാളിന് അനുവാദമില്ല എന്ന്. പക്ഷേ സുപ്രീം കോടതി ആ വാദങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വിധിയോടുകൂടി ഇന്ത്യ സഖ്യം പ്രതികരിച്ചിരിക്കുന്നത് കള്ളക്കേസിൽ കുടുക്കി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടതിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകുമെന്നാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഉടൻ തന്നെ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ തന്നെ ജയിലിനുള്ള മറുപടി വോട്ടിലൂടെ എന്ന മുദ്രാവാക്യം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഉയർത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് ആം ആദ്മി പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നും ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നതെന്നും ഉള്ള കാര്യങ്ങൾ വ്യക്തമാണ്.
ഈ ആവേശം വോട്ടാക്കി മാറ്റുന്നതിനുള്ള പ്രയത്നമായിരിക്കും വരും ദിവസങ്ങളിൽ നടത്താൻ പോകുന്നത്. ആഘോഷമാക്കുകയാണ് AAP പ്രവർത്തകർ അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ശ്രീ സന്തോഷ് ജോയ്, ഇത് ആവേശ നിമിഷങ്ങളാണല്ലോ ആപ്പിന്. ഇത് തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കാൻ പറ്റുമെന്നും അവർ കരുതുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിലും പഞ്ചാബിലും തെരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കുകയാണല്ലോ. എങ്ങനെ പ്രതിഫലിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്? കേജ്രിവാളിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. കേജ്രിവാൾ പുറത്തേക്ക് വന്ന് സ്വന്തം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം കൈവീശി കാണിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് പരിമിതിയുണ്ട്. അതിനുള്ള വിലക്ക് സുപ്രീം കോടതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ അതിലേക്ക് അദ്ദേഹം പോവുകയില്ല എന്ന് വ്യക്തമാണ്. പക്ഷേ മറ്റു കാര്യങ്ങൾ, പ്രവർത്തകരെ ആവേശത്തിലാക്കുവാനുള്ള മറ്റു കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോകുവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തത്സമയ ദൃശ്യങ്ങൾ തിഹാർ ജയിലിന് മുന്നിൽ നിന്ന് കാണുകയാണ്. ശ്രീ സന്തോഷ് ജോയ്, എങ്ങനെ കാണുന്നു? ഡൽഹിയും പഞ്ചാബും മാത്രം എങ്കിലും ഈ ഒരു ആവേശത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യതയുണ്ടോ? മഞ്ജുഷ, ഒരുപക്ഷെ ന്യൂസ് 18 നമ്മുടെ കോടതിയിൽ ഉണ്ടായിരുന്ന ജേർണലിസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡൽഹി ബോർഡർ വിട്ടു പോകാനുള്ള അനുവാദം ഈ ബെയിലിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കത് ക്ലിയർ ആക്കണം. എന്തായാലും ഈ ഒരു കേജ്രിവാളിന്റെ വരവ്, ഈ ജയിലിൽ നിന്ന് ബെയിൽ കിട്ടി വരുന്ന വരവ്, ഇതൊരു ഉന്മേഷം തന്നെ. ഡൽഹിയിൽ മാത്രമല്ല, ഡൽഹിയുടെ അടുത്തുള്ള അതിർത്തിയായ ഹരിയാനയിൽ, പഞ്ചാബിൽ, അത് മാത്രമല്ല വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ, ഇവിടൊക്കെ പോളിംഗ് ചെയ്യാൻ ഇനി സമയം കിടക്കുന്നതേ ഉള്ളൂ. ഒരു വലിയൊരു ആഘോഷത്തിന്റെ കാര്യം മാത്രമല്ല, ഒരു ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ സംശയമില്ല. അത് ആം ആദ്മി പാർട്ടി മാത്രമല്ല, അത് DMK ആകാം, TMC ആകാം, സമാജ്വാദി പാർട്ടി ആകാം, എല്ലാവർക്കും. കാരണം ഈ നരേന്ദ്രമോദി സർക്കാർ ഓപ്പോസിഷൻ ലീഡേഴ്സിനെ അമർത്തുന്നു. ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ സന്തോഷ് ജോയ്, അരവിന്ദ് കേജ്രിവാൾ സംസാരിക്കുകയാണ്. അതിലേക്ക് പോകാം. അരവിന്ദ് കേജ്രിവാൾ സ്വന്തം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. देश को तानाशाही से बचाना है। मैं तन मन धन से लड़ रहा हूँ, संघर्ष कर रहा हूँ तानाशाही के खिलाफ, लेकिन 140 करोड़ लोगों को तानाशाही से लड़ना पड़ेगा। आज आपके बीच में आगे बहुत अच्छा लग रहा है। कल सवेरे 11 बजे कनॉट प्लेस हनुमान मंदिर में मिलेंगे। हनुमान मंदिर के हनुमान जी के आशीर्वाद लेने जाएंगे, हनुमान जी के दर्शन करने जाएंगे। और कल 1 बजे पार्टी ऑफिस में प्रेस कॉन्फ्रेंस होगी। कल 11 बजे कनॉट प्लेस हनुमान मंदिर में सब लोग आना, ज्यादा से ज्यादा हनुमान जी के दर्शन करेंगे। और 1 बजे पार्टी ऑफिस में प्रेस कॉन्फ्रेंस होगी। आप सब लोगों का तहे दिल से बहुत बहुत शुक्रिया। അരവിന്ദ് കേജ്രിവാൾ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് കൊണാട്ട് പ്ലേസിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷം 1 മണിക്ക് ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിൽ ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ആ മാധ്യമങ്ങളെയും കാണാൻ പോവുകയാണ്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഇക്കാര്യവും അരവിന്ദ് കേജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രവർത്തകരിൽ ആവേശമുണ്ടാക്കുന്ന സംസാരമാണ് അദ്ദേഹം തിഹാർ ജയിലിൽ നിന്ന് വെളിയിൽ വന്നതിന് ശേഷം ഇപ്പോൾ നടത്തിയത്. നാളത്തെ കാര്യങ്ങൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഹനുമാൻ ക്ഷേത്രത്തിൽ രാവിലെ 11 മണിക്ക് അദ്ദേഹം പോകും. 1 മണിക്ക് പാർട്ടി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ഈ 2 കാര്യങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞു അരവിന്ദ് കേജ്രിവാൾ. അദ്ദേഹം
വസതിയിലേക്ക് പോവുകയാണ്. പ്രവർത്തകർ ഇപ്പോഴും ആവേശത്തോടു കൂടി തന്നെ കൂടി നിൽക്കുകയാണ് തിഹാർ ജയിലിന് മുന്നിൽ. നേരത്തെ ശ്രീ സന്തോഷ് ജോയ് താങ്കൾ പറഞ്ഞിരുന്നു ഈ ജാമ്യ വ്യവസ്ഥയിൽ ഈ അതിർത്തി വിട്ടു പോകുവാനുള്ള അനുവാദമുണ്ടോ എന്ന്. പക്ഷേ അത്തരമൊരു വ്യവസ്ഥ കാണുന്നില്ല, അങ്ങനെ വന്നിട്ടില്ല. അദ്ദേഹത്തിനോട് ഓഫീസിൽ പോകരുത് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ചുമതലകൾ അദ്ദേഹത്തിന് നിർവഹിക്കാൻ പറ്റില്ല, ഒപ്പിടാൻ ഒരു കാര്യത്തിലും ഒപ്പിടാൻ ഔദ്യോഗിക രേഖകളിൽ ഒപ്പിടാൻ പറ്റില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം സാധാരണ ജാമ്യ വ്യവസ്ഥകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം he will not make any comment with regard to his role in the present case and he will not interact with any of the witnesses or have access to any official files connected with the case. അത്രേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അതിർത്തി വിട്ടു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന് പോകാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം. അപ്പോൾ ഇത് ഇന്ത്യ അലയൻസിന്റെ ഒരു ക്യാമ്പയിൻ ഫേസ് ആയിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് അരവിന്ദ് കെജ്രിവാളിന്. മഞ്ജുഷ് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഹനുമാൻ മന്ദിറിന്റെ കാര്യം പറഞ്ഞതിൽ ഒരു ഇൻസിഡന്റിനെ പറ്റി ഞാൻ പറയട്ടെ. ആദ്യം അരവിന്ദ് കെജ്രിവാൾ 2-3 മാസം മുഖ്യമന്ത്രിയായിട്ട് മെജോറിറ്റി കിട്ടാതെ വന്നപ്പോൾ ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഹനുമാൻ മന്ദിറിൽ പോയിട്ട് തീരുമാനമെടുക്കാവുന്നു. അങ്ങനെ എടുത്ത് ഈ ഹനുമാൻ മന്ദിറിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഈ ഹനുമാൻ മന്ദിറിന്റെ ആംഗനത്തിൽ ഹനുമാൻ മന്ദിറിന്റെ തൊട്ട് അടുത്ത് തന്നെ ആയിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ആദ്യം ആം ആദ്മി പാർട്ടി ഓഫീസ്. ഈ ഓഫീസിൽ നിന്നാണ് ആദ്യമായിട്ട് അരവിന്ദ് കെജ്രിവാൾ ജയിച്ചു വരുന്നതും രണ്ടാമത്തെ പ്രാവശ്യം ജയിച്ചു വരുന്നതും ഇവിടെ ഈ ഓഫീസിൽ വെച്ച് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ആം ആദ്മി പാർട്ടി ഒരു സ്റ്റേറ്റ് പാർട്ടിയുടെ ദർജ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഓഫീസ് കിട്ടിയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഹനുമാൻ മന്ദിർ വളരെ ഈ കോൺഗ്രസിന് ചെയ്യാൻ പറ്റാത്ത ട്രിക്കുകളെല്ലാം അരവിന്ദ് കെജ്രിവാളിനുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് കോൺഗ്രസിനെക്കാട്ടി ഭീഷണി ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. കാരണം നരേന്ദ്രമോദി കളിക്കുന്ന പല കാര്യങ്ങൾ അരവിന്ദ് കെജ്രിവാൾ വളരെ ഈസി ആയിട്ട് കാഡറോടുകൂടെ സംസാരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ മോദിയിൽ തമ്മിലുള്ള ഒരു സമതുല്യം എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരു കാഡർ സപ്പോർട്ടാണ്. ആം ആദ്മി പാർട്ടിയുടെ സമീപനവും ഐഡിയോളജിയും ഒന്നുമല്ല ഇവിടെ വിഷയം. അരവിന്ദ് കെജ്രിവാൾ പറയുന്ന കാര്യമാണ് കാഡറിന് വിഷയം. നരേന്ദ്രമോദിക്കും അങ്ങനെയാണ്. ബിജെപിയുടെ പോളിസീസോ ബിജെപിയുടെ ലീഡർഷിപ്പോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മിറ്റിയെ പറ്റിയോ ഒന്നുമല്ല ജനങ്ങൾക്ക്. പക്ഷെ നരേന്ദ്രമോദി പറയുന്നതാണ് ബിജെപി കാഡറിന് വേദോസ്ത വാക്യത്തിന്റെ കൂട്ടുള്ള കാര്യം. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ ഈ ജാമ്യത്തോടെ പുറത്തു വന്നതോടുകൂടി ഇപ്പൊ ആദ്യം പുള്ളി സംസാരിച്ചപ്പോ പറഞ്ഞത് നാളെ തൊട്ട് ഞാൻ നിങ്ങളുടെ കൂടെ മുമ്പിൽ കാണും, നമുക്ക് ഡിക്റ്റേറ്റർഷിപ്പിനെ തോൽപ്പിക്കണമെന്നാ പറയുന്നത്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് ഇപ്പൊ പറയാന് ഒരു സ്റ്റോറി ഉണ്ട്. എന്നിൽ മേളിൽ ചെയ്ത ദ്രോഹത്തിന്റെ കൂട്ട് എല്ലാവരുടെ മേളിൽ ചെയ്യുമെന്നുള്ളൊരു ക്യാമ്പയിനും കൊണ്ടായിരിക്കും ഇനിയും പുള്ളി പോകുന്നത്. ഒരുപക്ഷെ പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന യേശുക്രിസ്തുവിന്റെ കൂട്ട് യേശുക്രിസ്തു കുരിശി തറച്ചു കഴിഞ്ഞ് 3-ാം ദിവസം ഉയർത്തുകയറി വരുന്നില്ലേ, അതുപോലത്തെ ഒരു പോരാട്ടമായിരിക്കാം ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ ഇനിയും വരവ്. വിനോദ് മാത്യു വിൽസൺ, ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടി ചേരുകയാണ്. ശ്രീ വിനോദ് മാത്യു വിൽസൺ, ഇപ്പോൾ നേരത്തെ സംസാരിച്ച, താങ്കൾ ആ സമയത്ത് ഇല്ലായിരുന്നു, കെ ശ്രീകാന്ത് ബിജെപിയുടെ വക്താവ്, അദ്ദേഹം പറഞ്ഞത് ഇത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നല്ല, ഒരു സാധാരണ നടപടിക്രമത്തിലൂടെ ഒരു ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് കിട്ടുന്നു, അല്ലാതെ ഇത് യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? എങ്ങനെ ഉപയോഗപ്പെടുത്തുവാനാണ് ആം ആദ്മി പാർട്ടിയുടെ ഉദ്ദേശ്യം? മഞ്ജുഷ്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? വീഡിയോസ് കാണാൻ പറ്റുന്നത്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. നമ്മൾ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ്, ഒരു നാടൻ ഭാഷാ പ്രയോഗത്തിൽ ഈ സംസാരം തുടങ്ങുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഈ സംഘപരിവാർ സംവിധാനത്തിലെ യുവമാരുടെ കിളി തന്നെ അടിച്ചുകൂട്ടുന്നത്. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. കിളി പോയി. ഇവരെന്താണ് കരുതിയത്? അതിനൊക്കെ വിപരീതമായി വിഷയത്തിൽ നടക്കുകയും കോടതി ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള 2015 കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തു, ഡൽഹിയിൽ വെച്ചാണ്. ആ പുസ്തകം എഴുതിയത് ഉദയ് മഹ്പൂറും ചിരാഗ് പണ്ഡിറ്റും എന്ന് പറയുന്ന രണ്ടുപേർ ചേർന്ന് എഴുതിയ ദ മാൻ ഹു കുഡ് ഹാവ് പ്രിവെന്റഡ് ഡിവൈഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അത് സവർക്കറിനെ പറ്റി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം ആൻഡമാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്ക് ഗാന്ധി സഹന സമര മാർഗം സ്വീകരിക്കുമ്പോൾ
ഒപ്പം ഒരു സൈഡിൽ നിന്ന് പോരാടാൻ, വിപ്ലവ സമരം നയിക്കാൻ താങ്കൾ വരണം, അതുകൊണ്ട് താങ്കൾ മാപ്പെഴുതി അല്ലെങ്കിൽ ദയാഹർജി കൊടുക്കണം എന്ന് ഗാന്ധി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സർവർക്കർ മാപ്പെഴുതിയത്, അല്ലെങ്കിൽ മാപ്പെന്നല്ല ദയാഹർജി കൊടുത്തത്. അതുകൊണ്ട് ഗാന്ധിയാണ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചത് എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തു. നമ്മൾ പറയുന്നല്ലോ സംഘപരിവാർ ഷൂ നക്കി, ചെരുപ്പ് നക്കി, ഇതൊക്കെ കൊളോക്കിലായിട്ട് കളിയാക്കാറുണ്ട്. പക്ഷെ ഇത് അഡ്മിറ്റഡ് ഫാക്ട് ആണ്. ഇദ്ദേഹം സംസാരിച്ചതാണ്. അതിന് പ്രസ് മീറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റുകളിലും മറ്റുകൊണ്ട് തന്നെ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ദയാഹർജി കൊടുത്തത് തിരിച്ചു വന്നു, മാപ്പടി നമ്മൾ പറയും. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ദയാഹർജി പോയിട്ട് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പോലും ഫയൽ ചെയ്തിട്ടില്ല. ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പോലും സുപ്രീം കോടതിയുടെ പരിഗണനയിലില്ല. അറസ്റ്റ് ചെയ്ത് 50 ദിവസം കഴിഞ്ഞിട്ടും താൻ കുറ്റം, നമ്മളറിയാം ബെയിൽ എന്ന് പറയുമ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഞാൻ എന്ത് കണ്ടീഷൻ സ്വീകരിക്കാമെന്ന് പറയുന്ന ഒരു മാർഗമാണ് ബെയിൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ബെയിൽ സ്വമേധയാ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്, ഇന്റർവ്യൂ ബെയിൽ പരിഗണിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ജനാധിപത്യം തകരുന്നതൊക്കെ ന്യായാധിപന്മാരുടെ ഉള്ളിലും ഒക്കെ ഉണ്ട്. അവർക്കുമുണ്ട് ഇത്തരം ചിന്തകളും ഈ രീതികളും അവരെ സ്വാധീനിക്കുന്നത്. പക്ഷെ രാജ്യത്തിന്റെ പോക്ക് അപകടകരമാണെന്ന് ധരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ മുന്നിൽ നയിക്കുന്ന, നമ്മളിവിടെ സൂചിപ്പിച്ചല്ലോ. ഇനി ആ രീതിയിലുള്ള കമന്റ്സ് ഒന്നും വന്നിട്ടില്ല വിധിന്യായത്തിൽ. അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുവാനുള്ള അവകാശമുണ്ട് എന്ന രീതിയിലേ ഉള്ളൂ. അല്ലാതെ രാജ്യത്തിന്റെ പോക്കിന്റെ കാര്യമൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കേസിന്റെ മെറിറ്റിലേക്ക് ഒരു ഘട്ടത്തിലും കോടതി പോയിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ ബാക്കി കാര്യങ്ങൾ അത് കോടതിയിൽ പെൻഡിംഗ് ആണ് എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഈ അറസ്റ്റിന്റെ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയും സുപ്രീം കോടതിയുടെ മുന്നിലുണ്ടല്ലോ, അതിന്റെ കാര്യവും കോടതി പറഞ്ഞിട്ടുണ്ട്, അത് പെൻഡിംഗ് ആണ്. മെറിറ്റിലേക്ക് പോയി എന്നല്ല ഞാൻ പറഞ്ഞത് ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് കേജ്രിവാൾ വരുന്നത്. കേജ്രിവാൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ വരികയും ബെയിൽ ആപ്ലിക്കേഷൻ അല്ലല്ലോ, അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ ചലഞ്ച് ചെയ്യുന്ന പെറ്റീഷനിൽ സ്വമേധയാ കോടതി സംസാരിക്കുകയും ബെയിൽ കൊടുക്കുകയും ചെയ്യുകയാണ്. ശരി, ഞാൻ ഇവിടെ സമ്മതിച്ചല്ലോ. ഞാൻ അങ്ങയുടെ തുടക്കത്തിൽ ചർച്ച കേട്ടിരുന്നു, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി നിലയിൽ ഒപ്പിടാൻ കഴിയത്തില്ല, മന്ത്രിസഭായോഗം വിളിക്കാൻ കഴിയില്ല. എന്താ കഴിയുന്നത് പ്രചരണത്തിൽ മുമ്പിൽ നിൽക്കാൻ കഴിയും. അതാണ് നരേന്ദ്രമോദി പേടിച്ചിരുന്നതും, അത് തന്നെയാണ് നരേന്ദ്രമോദി താല്പര്യമില്ലാതിരുന്നതും. കേജ്രിവാളിനെ മാറ്റി നിർത്തണം. പക്ഷെ അവിടേക്ക് വരുന്നു. നമ്മൾ മനസ്സിലാക്കണം, 1ാം ഘട്ട തെരഞ്ഞെടുപ്പ്, 2ാം ഘട്ട തെരഞ്ഞെടുപ്പ്, 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പക്ഷെ അവിടെയൊന്നും കേജ്രിവാളിന് വലിയ സ്വാധീനമുള്ള മേഖലകളല്ല. കേരളം ഉൾപ്പെടെ, തമിഴ്നാട് ഉൾപ്പെടെ വലിയ സ്വാധീനമുള്ള സാഹചര്യത്തിലല്ല. പക്ഷെ ഇവിടെ ഇനിയും ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഡൽഹി അടക്കമുള്ള, UP അടക്കമുള്ള ഹിന്ദി ബെൽറ്റുകളാണ്. അവിടെ കൃത്യമായ രീതിയിൽ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാനുള്ള മുഖമായി ഒരു മന്ത്രിസഭാ മീറ്റിംഗിൽ അദ്ദേഹം പോകണ്ട, ഒരു ഓർഡർ ഒപ്പിടണ്ട. പക്ഷേ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന സംഘപരിവാറിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിച്ചിട്ടേ അദ്ദേഹം 1-ാം തീയതി ജയിലിൽ പോകുള്ളൂ. ബാക്കി മണ്ണിട്ട് മൂടുക എന്നുള്ള പ്രക്രിയ ബാക്കിയുള്ളവർ ചെയ്തോളും, അത് ചെയ്യും. ഈ ധാർഷ്ട്യ ധിക്കാരപരമായ ഭരണ സംവിധാനത്തെ ഇന്ത്യയിൽ തൂത്തെറിയാൻ കേജ്രിവാൾ മുമ്പിലുണ്ടാകും. അതവരെ ശരി. ശ്രീ റോണി കെ ബേബി, രാഹുൽ ഗാന്ധിയേക്കാൾ ഇപ്പോൾ ഈ അമരത്തേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ വരാൻ ഈ ഒരു സാഹചര്യത്തിൽ പ്രാപ്തിയുള്ളത് അരവിന്ദ് കേജ്രിവാളിനാണ്. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായി കഴിഞ്ഞില്ലേ ഇപ്പോൾ ഇന്നത്തെ ഈ ഇന്ററിം ബെയിൽ കിട്ടിയതോടുകൂടി? മഞ്ജുഷ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ത്യ മുന്നണി രൂപീകരണ അതിന്റെ ഘട്ടം മുതൽ തന്നെ, ആരംഭഘട്ടം മുതൽ തന്നെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിൽ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഒരു നേതാവിന് അവിടെ ഒരു അപ്രമാദിത്വം ഉണ്ടെന്നോ, ഞാൻ കോൺഗ്രസ് പാർട്ടി പ്രതികരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയിൽ മാത്രമാണ് ഇന്ത്യ മുന്നണി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നൊരു അഭിപ്രായം കോൺഗ്രസിന്. കളക്റ്റീവ് ലീഡർഷിപ്പ് ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ ലീഡേഴ്സും, കാരണം അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് പ്രൈം മിനിസ്റ്റർ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കാം എന്ന് വളരെ കൃത്യമായി തന്നെ ഞങ്ങളുടെ ചർച്ചകളിൽ. അപ്പോൾ അതിന്റെ അകത്ത് അരവിന്ദ് കേജ്രിവാൾ ആണോ വലിയ ആള്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആണോ വലിയ ആള് എന്ന ചോദ്യം ഇവിടെ ഞങ്ങളുടെ ലക്ഷ്യം ഒറ്റ ലക്ഷ്യമാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ അധികാരത്തിൽ പുറത്താക്കുക, ജനാധിപത്യ വിരുദ്ധ നടപടികളിലൂടെ മുന്നോട്ട് പോകുന്ന, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടി എല്ലാ കുൽസിത ശ്രമങ്ങളും മുന്നോട്ട് പോകുന്ന, അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പ്രതിപക്ഷ നേതാക്കളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിട്ടത്. കാരണം ഇന്നത്തെ കോടതി വിധി എന്ന് പറയുന്നത് തങ്കലിപ്പിക്കുന്ന രംഗത്ത് വെക്കേണ്ടതാണ്, ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് ജാമ്യം നൽകുന്നത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട്. കാരണം ആ ഡേയ്സ് പോലും പ്രധാനപ്പെട്ട 21 ദിവസത്തേക്ക്, അതായത് ജൂൺ 1-ാം തീയതി, ജൂൺ 2-ാം തീയതി തിരിച്ച് കേജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് പോകുമ്പോൾ കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടങ്ങൾ പിന്നിടുകയാണ്. കൃത്യമായി കോടതി എന്താണ് ഇവിടെ അതിനോട് വ്യക്തമാക്കുന്നത്? കോടതിയുടെ വിധിയിൽ ഈ പറയുന്ന വലിയ പരാമർശമൊന്നുമില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അരവിന്ദ് കേജ്രിവാളിന്റെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ED വാദിച്ചെന്താണെന്നറിയാമോ? ക്യാമ്പയിൻ നടത്തുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല. അപ്പൊ ഇതിനൊരു ലക്ഷ്യം ഉണ്ടെന്ന് വളരെ വ്യക്തമാണ്. കാരണം മോദിയുടെ മൗത്ത് പീസ് ആണല്ലോ ED എന്ന് പറയുന്നത്.
ബിജെപിയുടെ മൗത്ത് പീസ് ആണല്ലോ ഇഡി എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് ശ്രീ റോണി കെ ബേബി. ഈ സംഭവങ്ങളിലേക്കെല്ലാം വഴിവെച്ചത് കോൺഗ്രസിന്റെ നടപടിയാണ്. കോൺഗ്രസ് ആണ് അവിടെ ഡൽഹി മദ്യനയത്തിൽ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പരാതിയുമായി രംഗത്തെത്തിയതും അവിടെ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ആവശ്യമുണ്ട് എന്ന രീതിയിൽ മുന്നോട്ട് വന്നതും. അപ്പോൾ ആ കോൺഗ്രസിന്റെ പരാതിയിൽ ഇപ്പോൾ ഇ ഡി ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോയപ്പോഴും പിന്നെ ഇ ഡിയുടെ ബാക്കി നടപടിക്രമങ്ങൾ തുടർന്നപ്പോഴും കോൺഗ്രസ് അതിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെ ഈ കുടുക്കാനാണെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ, കുടുക്കാൻ ശ്രമിച്ച ഒന്നാമത്തെയാൾ എന്നുള്ള ഒരു പ്രതിച്ഛായ അത് കോൺഗ്രസിനും വന്ന് ഭവിക്കുകയാണല്ലോ. സാഹചര്യം മാറിയിട്ടുണ്ടോ എങ്കിൽ പോലും മഞ്ജുഷിന്റെ വാദത്തിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ശരിയാവുന്നുള്ളൂ. കാരണം ഇ ഡി സുപ്രീം കോടതിയിൽ കൊടുത്ത അല്ലെങ്കിൽ ഇ ഡിയുടെ കുറ്റപത്രമൊക്കെ നോക്കിയിരുന്നത് വളരെ വ്യക്തമായിട്ട് കൃത്യമായി തന്നെ പറയുന്നത് അന്ന് ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന അദ്ദേഹത്തിന്റെ പരാതിയും 2 കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ പരാതിയും, ആ 2 പരാതിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ അന്വേഷണം വന്നിട്ടുള്ളത്. അന്ന് പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കോൺഗ്രസ് ഇതിനെക്കുറിച്ച് അന്ന് പ്രതിപക്ഷത്തായിരുന്നു കോൺഗ്രസ്, അന്ന് അരവിന്ദ് കെജ്രിവാളിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ സത്യമാണ്. കാരണം അന്ന് പ്രതിപക്ഷത്ത് നിന്നിരുന്നപ്പോൾ. പക്ഷേ പിന്നീട് കാലം മുന്നോട്ട് പോയപ്പോഴാണ് ഇതെന്താ 2 വർഷം മുമ്പത്തെ ഒരു കേസാണ്. പ്രധാനമന്ത്രി സുപ്രീം കോടതി കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഈ 2 വർഷം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാതെ ഇ ഡി എന്ത് ചെയ്യായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മാത്രമാണോ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് ഇന്നത്തെ സുപ്രീം കോടതി വിധി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 വർഷം മുമ്പത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. പരസ്പരം ചേരുവാൻ കഴിയാതിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ പോലും ഒന്നിച്ചു. കാരണം എന്താ? ഒറ്റ ലക്ഷ്യമുള്ളൂ. കാരണം എന്താ? ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കണം. അപ്പോൾ 2.5 വർഷം മുമ്പ് എന്തായിരുന്നു നിലപാട് എന്നത് ഈ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ചർച്ച ചെയ്യുമ്പോൾ 2014 കോൺഗ്രസ് ഗവൺമെന്റിനെ അന്ന് അധികാരത്തിൽ പുറത്താക്കുവാൻ ഇന്ത്യ വലിയ മൂവ്മെന്റ്, ഈ അണ്ണാ ഹസാരെയൊക്കെ മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം. പക്ഷെ ആ രാഷ്ട്രീയം ഒന്നും അല്ല ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ രാജ്യം നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും അതേതരത്വം ഒക്കെ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും NCP കഴിഞ്ഞ ദിവസം ശരത് പവാർ എന്ന് പറഞ്ഞല്ലോ, വരും ദിവസങ്ങളിൽ അല്ലെ വരുന്ന ആളുകളിൽ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിൽ ജയിക്കുന്ന ഒരു സാഹചര്യം മുമ്പ് വരാൻ പോവുകയാണ്. ശരത് പവാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കാരണം എന്താ അറിയോ? കാരണം അത്രമാത്രം ഒരു കനത്ത പോരാട്ടമാണ് ഈ രാജ്യം ആവശ്യപ്പെടുന്നത്. കാരണം എന്താ? എങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യത്തിന് ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനുള്ള ചരിത്രപരമായിട്ടുള്ള കോടതി വിധി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസിന് ഇതിനകത്ത്. ശരി ശ്രീ റോഡി. ശ്രീ കെ ശ്രീകാന്ത്, ഇപ്പോൾ ഇവിടെ വിനോദ് മാത്യു വിൽസൺ പറഞ്ഞ കാര്യം, കോടതി തന്നെ സ്വമേധയായി ഇങ്ങനെ ഒരു ഇടക്കാല ജാമ്യം നൽകുന്നതിനെ കുറിച്ച് ആലോചന തുടങ്ങി. അത് 3-ാം തീയതി, അത് കോടതിയുടെ ജഡ്ജ്മെന്റിൽ തന്നെ പറയുന്നുണ്ട്. മെയ് 3-ാം തീയതി വാദത്തിനിടെയാണ് ഇൻ വ്യൂ ഓഫ് ദ പ്രൊലോങ്ങേഷൻ ഓഫ് പ്രൊസീഡിംഗ്സ് in the hearing held on 3/5/2024 we had put the parties to notice that the court may examine the question of grant of interim bail or interim release. Accordingly we have heard arguments on the said aspect. അതായത് കോടതി സ്വമേധയാണ് ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചതും അത് ബന്ധപ്പെട്ട പാർട്ടികളെ അറിയിച്ചതും കക്ഷികളെ അറിയിച്ചതും. അപ്പോൾ അതിൽ നിന്ന് തന്നെ കോടതിക്ക് ഇക്കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അത് മറ്റു കുറേ കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ ഈ സമൻസ് കൈപ്പറ്റാതിരുന്നതും പിന്നീട് അത് അറസ്റ്റിലേക്ക് നയിച്ചതും അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിനെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റു പല കാര്യങ്ങളും അത് ഇങ്ങനെയാണ് പറയുന്നത്. ദിസ് ഈസ് എ നെഗറ്റീവ് ഫാക്ടർ ബട്ട് ദർ ആർ സെവറൽ അതർ ഫാക്ട്സ് വിച്ച് വി ആർ റിക്വയർഡ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. അതായത് കെജ്രിവാളിന് അനുകൂലമായ മറ്റു കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബെയിൽ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇ ഡിയും കൃത്യമായിട്ടല്ല കാര്യങ്ങൾ നിർവഹിച്ചത്. അതിൽ തന്നെ പറയുന്നുണ്ട് 2022 ആഗസ്റ്റിലാണ് ഇങ്ങനെയൊരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയത്. പക്ഷേ അറസ്റ്റ് വന്നത് എപ്പോഴാണ്? 21/3/2024. ആ സമയവും കൃത്യമായിട്ട് സുപ്രീം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്തിന് ആ സമയം വരെ നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളത്. അവിടെയാണല്ലോ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴുള്ള അറസ്റ്റ് അത് പ്രാധാന്യമർഹിക്കുന്നത്. ശ്രീകാന്ത്, അതാണിപ്പോൾ ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കെജ്രിവാൾ ഉന്നയിക്കുന്നത്, അതാണ് ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നത്. മഞ്ജുഷ്, താങ്കൾ പറഞ്ഞ കാര്യങ്ങള് ആം ആദ്മി പാർട്ടിയുടെ വക്താവിനെ പോലെയാണ് സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ വസ്തുതകൾ മറക്കരുത്. ഇവിടെ 2024 ഈ മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ഇലക്ഷൻ വരുമ്പോ ഇവിടെ പ്രതിപക്ഷത്തുള്ള ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ട് മോദി സർക്കാർ അകത്താക്കി എന്ന രീതിയിലുള്ള ധ്വനിയാണ് താങ്കളുടെ ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭാഗത്ത് വരുന്നത്. ഇതല്ല 2022
കോൺഗ്രസിന്റെ ഡൽഹി സംസ്ഥാന പ്രസിഡന്റിന്റെ പരാതിയുടെ മേൽ തുടങ്ങിയിട്ടുള്ള ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പലരെയും ചോദ്യം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഇതേ അരവിന്ദ് കെജ്രിവാളിന്റെ ഉപമുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടില്ല. അതിനുശേഷം അതിനിടയിൽ 9 തവണയാണ് ഈ അരവിന്ദ് കെജ്രിവാളിന് സമൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ആ നോട്ടീസ് വരുന്ന സമയത്തൊക്കെ അതിനെ ഇവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നത്. ഏറ്റവും അവസാനം ഇപ്പൊ താങ്കൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണമുണ്ട്. ആ പ്രചരണം എന്ന് പറയുന്നത് ആം ആദ്മിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ മോദിക്ക് വലിയ പേടിയാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാതാക്കാൻ വേണ്ടിയിട്ടാണ് അകത്താക്കിയത് എന്ന് പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. വാസ്തവത്തിൽ ഈ നോട്ടീസിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട്, ഇഡിയുടെ നടപടികളെ ചാലഞ്ച് ചെയ്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഡൽഹി ഹൈക്കോടതി ആ ഫയൽ പരിശോധിച്ചുകൊണ്ട് ഇഡിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയുമായിട്ട് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന്. ഈ കേസ് കൊടുത്തിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ കേസിലാണ് അദ്ദേഹത്തിന്റെ നടപടി, ഈ ഇഡിയുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഹർജിയിലാണ് ഇന്ത്യയുടെ പരമോന്നത കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് പുറത്തുവിട്ടതിനെ പറ്റി സംസാരിക്കും. ബാക്കി കഥയൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. ഇതെല്ലാം പരമോന്നത കോടതി ചർച്ച ചെയ്തിട്ടാണ്. ഇതെല്ലാം പരമോന്നത കോടതി ചർച്ച ചെയ്തിട്ടാണ് സാർ. കേൾക്കോ, ഞാൻ പറയുന്നത് കേൾക്കോ. അങ്ങനെ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. ഹൈക്കോടതി പറഞ്ഞതിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. ചോദ്യം ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാം. നീണ്ട വാദം ഉന്നയിച്ചു, ഫയൽ പരിശോധിച്ചു. ഇത്രയും എളുപ്പത്തില് ഒരു രാഷ്ട്രീയ പ്രതിയോഗിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ഇവിടെ നിഷ്പ്രഭമാക്കാൻ അല്ലെങ്കിൽ നിശബ്ദമാക്കാനാണ് മോദി സർക്കാർ ശ്രമിച്ചത് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ അത് ആ സുപ്രീം കോടതി ഈ അറസ്റ്റ് ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞ് എന്ന് ഈ കേസ് തന്നെ അവസാനിപ്പിക്കുമായിരുന്നു. ഇല്ല, ചെയ്തിട്ടില്ല. വിശദമായിട്ടുള്ള വാദം കേട്ടു. അതിന്റെ ഇടയിലാണ് ഈ പറയുന്ന ഇലക്ഷൻ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് പ്രചരണം നടത്താനുള്ള ഒരു അവസരം കൊടുക്കണമെന്ന് സുപ്രീം കോടതിയുടെ വിധി. ഈ വിധിയിൽ വളരെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 15ാമത്തെ പാരഗ്രാഫിൽ വളരെ തുടക്കം തന്നെ ഇങ്ങനെയാണ്: The prosecution has rightly pointed out that the appellant Arvind Kejriwal had failed to appear in spite of 9 notices or summonses. അപ്പൊ 9 തവണ നോട്ടീസ് കൊടുത്തു, സമൻസ് കൊടുത്തു. 9 തവണ സംഘപരിവാർ നോട്ടീസ് നൽകി. സംഘപരിവാറിന്റെ 9ാമത്തെ നോട്ടീസാണ് അറസ്റ്റ് ചെയ്യുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ തന്ത്രമായിരുന്നു BJP കൂട്ടാനുള്ള. ആ കൂട്ടിൽ നിങ്ങൾ വീണു. അതാണ് അതിന്റെ കാര്യം. നടക്കുകയാണ്. പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പ്രചരണം നടത്താനുള്ള അവസരം സുപ്രീം കോടതി കൊടുത്തു. അതിനപ്പുറത്തൊന്നുമില്ല. ഇപ്പൊ ഇവിടെ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു അഴിമതിക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രിയെ ഗ്ലോറിഫൈ ചെയ്യാനാണ് നോക്കുന്നത്, മഹത്വവൽക്കരിക്കാനാണ് നോക്കുന്നത്. ഈ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഇത്തരം ഗ്ലോറിഫൈകളുണ്ട് അല്ലെങ്കിൽ മഹത്വവൽക്കരിക്കുന്നത് കൊണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അഴിമതിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ആവുകയും അഴിമതിക്കെതിരെ പരസ്പരം സംരക്ഷിക്കാനും അഴിമതിക്ക് വളരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന മോദി സർക്കാരിനെ എതിരായിട്ട് BJPക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഓരോ അഴിമതി പാർട്ടിയാണ്. അത് ഞങ്ങളുടെ ആരോപണം മാത്രമല്ല, ഒന്നെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ബീഹാറിലെ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ്. ആ ലാലു പ്രസാദ് യാദവ് പിന്നെ ലാലു പ്രസാദ് യാദവിന് ജാമ്യം കിട്ടിയില്ലേ? അദ്ദേഹം ജാമ്യത്തിലാണല്ലോ ശിക്ഷിക്കപ്പെടുന്നത്. ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ സഖ്യം വരുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഘടകകക്ഷി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ലാലു പ്രസാദ് യാദവ്, മറ്റു കക്ഷികളൊക്കെ തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ളതോ ജാമ്യത്തിലിറങ്ങിയിട്ടുള്ള ആൾക്കാരുമാണ്. ഇത് BJPയുടെ രാഷ്ട്രീയ അസ്തിത്വമല്ല. ഈ വസ്തുത ശരിയാണ് എന്ന് ഈ കോടതി നടപടികൾ കൊണ്ട് കാണാൻ സാധിക്കും.
ശരി ശരി ശ്രീ കെ ശ്രീകാന്ത്. ശ്രീ സന്തോഷ് ജോയ്, ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളോ അതോ ജയിലിന് പുറത്തു വന്ന അരവിന്ദ് കെജ്രിവാളോ, ആരാണ് കൂടുതൽ ശക്തൻ എന്നുള്ള ചർച്ചകളുമുണ്ടല്ലോ ഇവിടെ സുപ്രീം കോടതിയിൽ. ശരി ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ സന്തോഷ് ജോയ്, ഇവിടെ ഒരു ഇടക്കാല ജാമ്യത്തിന് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോയിരുന്നില്ല ആം ആദ്മി പാർട്ടി. സുപ്രീം കോടതി സ്വമേധയാ ഇങ്ങനെ ഒരു വാദം ഇങ്ങോട്ട് ഉന്നയിച്ചതാണ്, അങ്ങനെ ഒരു ജാമ്യം കൊടുക്കണ്ടേ എന്നുള്ള കാര്യം. അങ്ങനെയാണ് ഇടക്കാല ജാമ്യം കിട്ടിയതും. ഈ അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ പരിഗണന കൊടുക്കുന്നു. ഞങ്ങൾക്ക് ഭയമില്ല. അരവിന്ദ് കെജ്രിവാൾ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഞങ്ങൾക്ക് വിഷയമേ അല്ല. ഒന്നുകൂടി ശരി ശ്രീകാന്ത്, സന്തോഷ്. ശക്തമായിട്ടുള്ള ഈ ക്യാമ്പയിനിൽ BJPയെ നേരിടാൻ രണ്ട് ആവശ്യങ്ങളാണ് ഇന്ത്യ മുന്നണിക്ക് ആവശ്യമുള്ളത്. ആദ്യത്തേത്, ഇന്ത്യ മുന്നണികളുടെ പല പാർട്ടികളെ, ഏകദേശം 36 പാർട്ടികളെ ഒറ്റക്കെട്ടായിട്ട് നിർത്താനുള്ള ഒരു സാഹചര്യവും ഒരാളും. അത് രാഹുൽ ഗാന്ധി ആണ്, അത് കോൺഗ്രസ് ആണെന്നുള്ളൊരു കാര്യം സംശയമില്ല. അത് കശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ പാർട്ടികളെയും, കൊച്ചു കൊച്ചു പാർട്ടികളെയും, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിനെയും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിർത്താനുള്ള ആ ഒരു ഘടകം, ആ ഒരു റോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ ഉപരിയായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, നരേന്ദ്രമോദിയുടെ ക്യാമ്പയിനെ നേരിടാൻ വേണ്ടി ഒരാൾ വേണം. അരവിന്ദ് കെജ്രിവാളിന്റെ ആബ്സെൻസിൽ നടന്നുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാല്, അരവിന്ദ് കെജ്രിവാളിന്റെ ആബ്സെൻസിൽ നടന്നുകൊണ്ടിരുന്ന വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാല്, ഈ ക്യാമ്പയിൻ നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് ഈ 2019 ഇലക്ഷൻ BJP പാകിസ്ഥാന്റെ മേളിൽ ജയിച്ചു. ഈ 2024 മുസ്ലിംസിന്റെ പേര് പറഞ്ഞ് ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വരവ്. അരവിന്ദ് കെജ്രിവാളിനുള്ള ഒരു കഴിവെന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ സ്റ്റാൻഡ് എടുക്കാനുള്ള ഒരു കഴിവ് അരവിന്ദ് കെജ്രിവാളിനുണ്ട്. അത് അണ്ണാ മൂവ്മെന്റ് മുതൽ ഇന്ന് വരെ, ഇപ്പൊ ജയിലിൽ ഇറങ്ങി ഉടനെ ആദ്യം ഹനുമാൻ മന്ദിറിൽ പോകുമെന്ന് പറയുന്നത് തന്നെ അതൊരു സോഫ്റ്റ് ഹിന്ദുത്വ സ്റ്റാൻഡാ. ആ ഒരു കാര്യം രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ താങ്കൾ ഹനുമാൻ മന്ദിരത്തിലേക്ക് പോകുന്നത് ഹിന്ദുത്വമാണെന്ന് പറയുന്നത് വിശ്വാസികളെ അപമാനിക്കുന്നത്. ഹിന്ദു വിശ്വാസി പോകുന്നത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. അത് നിങ്ങൾ ചെറുതായിട്ട് കാണുന്നത്. നിങ്ങൾ ആ വാക്ക് പിൻവലിക്കണം. നിങ്ങള് ഒരു ഹിന്ദു വിശ്വാസി, ഒരു ഭക്തൻ, അവർ അമ്പലത്തിലേക്ക് പോകുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഹിന്ദുത്വത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നത്? താങ്കൾ പിൻവലിക്കണം. ഇവിടുത്തെ ഹിന്ദു വിശ്വാസത്തെ അപമാനിക്കലാണ്. അത്തരം സമീപനങ്ങൾ താങ്കൾ സ്വീകരിക്കരുത്. താങ്കള് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ്, നിരീക്ഷകനാണെന്ന് പറഞ്ഞ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുകയും ഇവിടുത്തെ മുഴുവൻ ഹിന്ദു വിശ്വാസികളെ അവഹേളിക്കുന്ന സമീപനം ഹിന്ദു വിശ്വാസികൾ വോട്ട് പിടിക്കാൻ വേണ്ടി എങ്ങനെയാ താങ്കൾ അത്തരം പിൻവലിക്കണം. അനുവദിച്ചു കൊടുത്തു. ശരി ശരി ശ്രീകാന്ത്, ഞാൻ ഇടപെടുകയാണ്. സന്തോഷ് ജോയ് അവിടെ പറഞ്ഞു വന്നത് അല്ല എനിക്ക് മനസ്സിലായത് സന്തോഷ് ജോയ് പറഞ്ഞു വരുന്നത്, അരവിന്ദ് കെജ്രിവാളിനെതിരെ നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം BJP ഏത് വഴിക്കാണോ പോകുന്നത് അതേ വഴിക്ക് തന്നെ പോകുന്നു എന്നുള്ളത് ഇല്ലേ? ആ ഒരു സോഫ്റ്റ് ലൈൻ അരവിന്ദ് കെജ്രിവാളിനുണ്ട് എന്നുള്ള കാര്യം മറ്റു പാർട്ടികളുടെ ആരോപണമായിരുന്നു. അത് ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികൾ പോലും കെജ്രിവാളിനെതിരെ നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതാണ്. സന്തോഷ്, അതല്ലേ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്? ഞാൻ വരാം, താങ്കളെ വരാം. സന്തോഷ് പറയട്ടെ. ആ ഒരു ക്യാമ്പയിനും അണികളെ ആ ഒരു ക്യാമ്പയിനിൽ കൂടി നയിക്കാനുള്ള കഴിവ് അരവിന്ദ് കെജ്രിവാളിനുണ്ട്. ആ കഴിവ് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഇല്ല. അത് കാരണമായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയുടെ ക്യാമ്പയിൻ നമ്മള് ഒരു ആന്റി മുസ്ലിം ക്യാമ്പയിൻ ആക്കി മാറ്റി നരേന്ദ്രമോദി വളരെ പ്രചരണത്തിനെ ആ ഒരു ലൈനിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന 10 വർഷം ഭരിച്ച ഒരു പ്രധാനമന്ത്രി. ഇവിടെ ഏതെങ്കിലും സമുദായത്തിനെതിരായിട്ട് മോദി എവിടെയാണ് പ്രതികരിച്ചിട്ടുള്ളത്? ഇവിടെ കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ മുസ്ലിം സമുദായത്തിന് ഈ മുസ്ലിങ്ങൾ പേരെടുത്തത് മുസ്ലിം സമുദായത്തിന്റെ പേരെടുത്തതിനെ ഈ രാജ്യത്തിന്റെ വിഭവ മുസ്ലിം സമുദായം എന്ന് പേരെടുത്തതല്ലേ? മുസ്ലിം പ്രീണനത്തെ പറഞ്ഞാൽ
അതെങ്ങനെയാണ് മുസ്ലിം പ്രീണനത്തെ കുറിച്ചല്ല മോദി പറഞ്ഞത്. മോദി പറഞ്ഞത് മുസ്ലിങ്ങളെ ശത്രുക്കളെ നിർത്തിക്കൊണ്ടാണ് മോദി സംസാരിച്ച മുഴുവൻ. ബിജെപിയുടെ ഏകപക്ഷീയമായിട്ട് വളച്ചൊടിക്കാതെ കാര്യങ്ങള്, ബിജെപിയുടെ വക്താവ് ഇങ്ങനെ ഏകപക്ഷീയമായ കാര്യങ്ങൾ വളച്ചൊടിക്കാതെ, പ്രധാനമന്ത്രി കഴിഞ്ഞ 2 ആഴ്ച ഈ രാജ്യത്തെ മുഴുവൻ വർഗീയ വിഷയമാണ് അദ്ദേഹം പറയുന്നത്, മുഴുവൻ വർഗീയതയാ. ഒരു പ്രത്യേക മതവിഭാഗത്തെ തെരഞ്ഞെടുത്ത് ആക്രമിച്ചുകൊണ്ട് ശരി 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 സന്തോഷ്, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കൂ. കേജ്രിവാളിന്റെ ഈ ലൈൻ ശരിയല്ല എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇതല്ലായിരുന്നു വേണ്ടത്? ഒരു ലൈൻ ഈ ക്യാമ്പയിന്റെ ഈ ഘടകത്തിൽ ഈ ലൈൻ ഇല്ലാതെ നരേന്ദ്രമോദിയുടെ ക്യാമ്പയിനെ എതിർക്കാൻ ഇന്ത്യ സഖ്യത്തിന് പറ്റത്തില്ല. കാരണം 2019 ആന്റി പാകിസ്ഥാൻ ലൈൻ എടുത്ത് നരേന്ദ്രമോദി ജയിച്ചതുപോലെ തന്നെ ആ ഒരു പോളറൈസേഷൻ, ആ ഒരു ധ്രുവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഒരു എൻട്രി. ഇതോടുകൂടി അരവിന്ദ് കെജ്രിവാളിനെ തടയാൻ നരേന്ദ്രമോദിക്ക് എനർജി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി ക്യാമ്പയിൻ മാറിക്കൊണ്ട് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പ്രചരണത്തിൽ വന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഒരു ഫോക്കസ് ആയുള്ള മാറാനുള്ള സാധ്യതകളുണ്ട്. ശരി, വിനോദ് മാത്യു വിൽസൺ, ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ നാളെ ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോകുന്നുവെന്ന് അണികളോട് പറയുന്നത്. നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ളവർ പോലും പറഞ്ഞിരുന്നു, BJPയുടെ വഴിയെ പോകുന്നയാളാണ് അരവിന്ദ് കെജ്രിവാൾ. അത് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ കാര്യങ്ങൾ മാറി, ബി ടീമാണ് ആം ആദ്മി പാർട്ടി BJPയുടെ എന്നൊക്കെയുള്ള ആരോപണം ഉണ്ടായിരുന്നു. അത് ഈ സോഫ്റ്റ് ഹിന്ദുത്വ അത് ഉപയോഗിക്കാൻ അരവിന്ദ് കെജ്രിവാളും ശ്രമിക്കുന്നു എന്നതിലായിരുന്നല്ലോ. ഇപ്പോൾ നാളത്തെ കാര്യം തന്നെ ആദ്യം തന്നെ അദ്ദേഹം ഹനുമാൻ മന്ദിറിൽ പോകുന്നത്, ഇതിവിടെ സന്തോഷ് ഭായി പറഞ്ഞിരുന്നു, അങ്ങനെയുള്ള ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ? അല്ല, ലക്ഷ്യമല്ലല്ലോ, ഇത് പൊളിറ്റിക്സ് അല്ലേ. ഇവിടെ പിന്നെ BJPയുടെ പ്രതിനിധി വന്നിട്ട് സംസാരിച്ചതെന്ന് പറയുന്നത് അവര് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടല്ലേ ഇത് സംസാരിക്കുന്നത്. ഇത്രയൊക്കെ ധാർമ്മിക പ്രശ്നമൊക്കെ ഊറ്റക്കൊള്ളാൻ എന്താ ഉള്ള? ഹിന്ദു സമുദായത്തിന് മുഴുവൻ പ്രതിനിധിയായിട്ട് BJPക്കാരെ ആരെങ്കിലും ഇവിടെ അവരോധിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പൊ എന്തിനാണ് നരേന്ദ്രമോദി, ഞാൻ മഞ്ജുഷ എനിക്കൊരു 2 മിനിറ്റ് സമയം തരണം, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ, അതായത് ഫെബ്രുവരി 3, 2024 നരേന്ദ്രമോദി ഒഡീഷയിലെ സബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ആദ്യമായി പ്രചരണം അദ്ദേഹം തുടങ്ങിയത്. അദ്ദേഹം അന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിങ്ങനെയാണ്: മറ്റുള്ളവരുള്ള പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്ത് നരേന്ദ്രമോദിയിലുള്ള ഇന്ത്യയുടെ പ്രതീക്ഷകൾ തുടങ്ങുന്നു. അതായത് മോദി ഗ്യാരണ്ടിയെ പറ്റിയാണ് സംസാരിച്ചത്. ആ പ്രസംഗത്തിലാണ് അദ്ദേഹം ഗ്യാരണ്ടികളെ പറ്റി, മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്ന് അദ്ദേഹം ആ ഗ്യാരണ്ടികളെ പറ്റി വാദവരാ സംസാരിച്ച ആളാണ്. ദരിദ്രർക്ക് പിന്തുണ ബഡ്ജറ്റിനെ പറ്റി അദ്ദേഹം സംസാരിച്ചു. അതുപോലെ 4 കോടി വീടുകൾ നൽകി, അത് അഭിമാനകരമായ നേട്ടമാണെന്ന് അദ്ദേഹം സംസാരിച്ചു. കർഷക സംരക്ഷണം, അതായത് കർഷക ബില്ലിനെ പറ്റി സംസാരിച്ചു. അതുപോലെ സ്ത്രീ സുരക്ഷയെ പറ്റി അദ്ദേഹം സംസാരിച്ചു. ലഖ്പതി ദീദി, അതായത് ലഖ്പതി ദീദി എന്ന് പറയുന്നത് ലക്ഷാധിപതിയാക്കും ഇന്ത്യയിലെ സ്ത്രീകളെ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്ന് പറയുന്ന ഗ്യാരണ്ടിയെ പറ്റി സംസാരിച്ചു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മോദി ഗ്യാരണ്ടിയെ പറ്റി സംസാരിച്ച നരേന്ദ്രമോദി 1, 2, 3 ഘട്ടം കഴിഞ്ഞപ്പോൾ എന്ത് സ്റ്റേറ്റ്മെന്റുകളാണ് പറയുന്നത്? നമ്മൾ ഇന്നലെ കണ്ടതല്ലേ, ഇന്ത്യ കണ്ട ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും വർഗീയവാദിയായ പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറിയിരിക്കുന്നു. ഒരു നാണവും മാനവും ഇല്ലാതെ ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് മതപരമാക്കുമെന്ന്. എന്തൊരു അധാർമികമായ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രത്തിന് പൂട്ടിടും, ബാബറി മസ്ജിദ് വീണ്ടും ഇവിടെ പണിയും, 320 ആർട്ടിക്കിൾ തിരിച്ചു കൊണ്ടുവരും. അതുപോലെ തന്നെ അദാനിയെ പറ്റി സംസാരിക്കുന്നു. അതുപോലെ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ കോൺഗ്രസ് അധികാരം മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്ന, അതുപോലെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറയുന്നു, കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്ന മുസ്ലിം സമുദായത്തെ പറയുന്നു. അതുപോലെ ഷെയർ ഓഫ് റീജിയണൽ മൈനോറിറ്റീസ് അക്രോസ് കൺട്രി അനാലിസിസ് എന്ന് പറയുന്ന തലക്കെട്ട് ഇറങ്ങിയ പുസ്തകത്തിൽ പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതി മുസ്ലിം ജനസംഖ്യ കൂടുന്നതിനെ പറ്റി സംസാരിക്കുന്നു. ഒരു സെൻസസ് റിപ്പോർട്ട് ഇവിടെ വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇത്തരത്തിൽ ആദ്യം ഗ്യാരണ്ടിയെ പറ്റി പറഞ്ഞ നരേന്ദ്രമോദി പിന്നീട് വർഗീയ പരാമർശങ്ങളിൽ പോകുന്ന എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ഈ പറയുന്ന സീറ്റിലേക്ക് എത്താൻ സാധിക്കത്തില്ല എന്ന ഗ്രൗണ്ട് സപ്പോർട്ടും ഗ്രൗണ്ട് റിയാലിറ്റിയും, അതായത് ഉത്തരേന്ത്യയിലെ ഹിന്ദി മാധ്യമങ്ങൾ പലതും പ്രതിപക്ഷ സഖ്യകക്ഷികളുടെ നേതാക്കന്മാർക്ക് സ്പേസ് കൊടുക്കുന്നു. നമ്മൾ കാണുന്നില്ല, സി ന്യൂസിന്റെ എഡിറ്റർ അടക്കമുള്ളവർ ഇന്ത്യയുടെ പത്ര സ്വാതന്ത്ര്യം താഴേക്ക് പോകുന്നു റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ പേടിച്ചു ഭയപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, അധികാരത്തിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വരാൻ സാധിച്ചില്ല എങ്കിൽ അവരുടെ സ്ഥാനവും ഇന്ത്യയിൽ അവരുടെ പ്രാധാന്യം എവിടെ പോയി നിൽക്കും എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അവർക്ക് തന്നെ അറിയാം. അപ്പൊ ഇത്തരമൊരു സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഹിന്ദി ഭാഷയിൽ കൃത്യമായ നരേന്ദ്രമോദി കുറികൊള്ളുന്ന രീതിയിലുള്ള മറുപടികൾ പറയുന്നതിനും വേണ്ടി നമുക്കറിയാം, രാമക്ഷേത്രത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. രാമക്ഷേത്രത്തിൽ കൃത്യമായി ഈ അരവിന്ദ് കെജ്രിവാളിന്റെ സ്റ്റാൻഡ് എന്താണ്? രാമക്ഷേത്രം BJPയുടെ സ്വത്തല്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മാതാപിതാക്കളെ സൗജന്യ യാത്ര നടത്തി അവിടെ കൊണ്ടുപോയി.
സ്വന്തം മാതാവിനെയും പിതാവിനെയും രാമക്ഷേത്രത്തിന്റെ ചടങ്ങിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. രാമക്ഷേത്രം എന്ന് പറയുന്ന ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ BJPക്ക് വിട്ടുകൊടുത്തപ്പോ, അല്ലെ രാമക്ഷേത്രത്തിന്റെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും അവർക്ക് വിട്ടുകൊടുത്ത് രാമക്ഷേത്രം BJPയുടെ എന്ന് അഭിമാനകരമായ കാര്യമാണെന്ന് പറയുകയും പ്രകീർത്തിക്കുകയും അതിനെപ്പറ്റി പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ഞങ്ങളുടെ കൂടിയാണ്, BJPയുടെ അല്ല രാമക്ഷേത്രം നിലപാടെടുത്തു. അപ്പൊ ഇത്തരത്തിൽ BJP പറയുന്ന തീവ്ര ഹിന്ദുത്വത്തെ അദ്ദേഹം അതേപോലെ തന്നെ കൗണ്ടർ ചെയ്യുമ്പോൾ BJPക്ക് ഭയമാണ്, അധികാരത്തിൽ വരാൻ സാധിക്കത്തില്ല, വർഗീയത പറഞ്ഞ അധികാരം. അപ്പൊ ഇവിടെ ഇനിയും നമ്മൾ കാണാൻ പോവുകയാണ്, നാളെ മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള കൗണ്ടറുകൾക്ക് അതേപോലെ മറുപടി കൊടുക്കാൻ കഴിയുന്ന നേതാവാണ്. അത് വർഗീയതയല്ല, മൃദു ഹിന്ദുത്വം എന്ന ഭാഷയല്ല, മറിച്ച് വർഗീയത പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഡിവൈഡ് ആൻഡ് റൂളിലേക്ക് പോകുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് തിരുത്താൻ കഴിയുന്ന നേതാവ് ജയിലിൽ നിറങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സംഘപരിവാറിന്റെ ശവപ്പെട്ടിയിലെ അവസ്ഥാനത്തെ ആണി. ശരി വിനോദ്, ശ്രീ റോണി കെ ബേബി, ഇതിപ്പോൾ പക്ഷേ ഈ ആം ആദ്മി പാർട്ടിയുമായി കൂട്ടുകൂടിയതിൽ, ഇന്ത്യ സഖ്യം എന്നുള്ള പേരിൽ മുന്നണി ഉണ്ടാക്കുമ്പോൾ അതിൽ ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുന്നതിൽ അതാത് സംസ്ഥാനങ്ങളിലുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആശങ്കയുള്ളവരാണല്ലോ. അത് ഡൽഹിയിൽ അത് പ്രതിഫലിക്കില്ലേ, പഞ്ചാബിൽ അത് പ്രതിഫലിക്കില്ലേ, ഗുജറാത്തിൽ അത് പ്രതിഫലിക്കില്ലേ? ഇപ്പോൾ കേജ്രിവാൾ കൂടുതൽ ശക്തനാകുന്നതോടുകൂടി ആ ഒരു ആശങ്കയും അതിനൊപ്പം തന്നെ ഉയരുകയല്ലേ ചെയ്യുകയുള്ളൂ? മഞ്ജുഷെ, പ്രാദേശികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. കാരണം കോൺഗ്രസിന്റെ വലിയൊരു സ്പേസിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി വളർന്നു വരുന്നത്, ഇതൊക്കെ സത്യമാണ്. പക്ഷേ ഇതിന്റെ അകത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എടുത്ത ഒറ്റ സ്റ്റാൻഡ്, ഞങ്ങളുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത ഒറ്റ സ്റ്റാൻഡ്, ഞങ്ങളുടെ പോരാട്ടം, ഞങ്ങളുടെ പോരാട്ടത്തിന് ഒറ്റ ലക്ഷ്യമുള്ളൂ. ഞങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നത് മോദി ഭരണകൂടത്തെ അധികാരത്തിൽ പുറത്താക്കുക, ഈ വർഗീയ ഭരണകൂടത്തെ അധികാരത്തിൽ പുറത്താക്കുക, ഈ രാജ്യത്തിന് ഭരണഘടനയിൽ ഉൾപ്പെടെ. ഞാനത് വളരെ വിശദമായി തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ. ആ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി എത്ര ത്യാഗം സഹിക്കാനും കോൺഗ്രസ് തയ്യാറാണ്. കാരണം ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റിലാണ് കോൺഗ്രസ് ഈ പ്രാവശ്യം മത്സരിക്കുന്നത്, 318 സീറ്റ്. കഴിഞ്ഞ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഒരിക്കലും 400 സീറ്റിന് താഴോട്ട് പോയിട്ടില്ല. ഞങ്ങൾ 318, ഞങ്ങൾ മത്സരിച്ച 102 സീറ്റ് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ വിട്ടുകൊടുത്തിരിക്കുക. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഉൾപ്പെടെ ഗുജറാത്തിലെ ഞങ്ങൾക്ക് വളരെ വൈകാരികമായി ഞങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂൻസി നിർമ്മിച്ച് ഞങ്ങളുടെ ഹോട്ടൽ തുടർച്ചയായി വിജയിച്ചു വന്ന സീറ്റ്, അവിടെ ഈ പ്രാവശ്യം അഹമ്മദ് പട്ടേലിന്റെ കുടുംബാംഗങ്ങൾ മത്സരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ഞങ്ങൾ ആ സീറ്റ് ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് വിട്ടുകൊടുത്തു. അത് ഹരിയാനയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഗുജറാത്തിലായിക്കോട്ടെ, ഞങ്ങൾ വലിയ വിട്ടുവീഴ്ചയാണ്. കാരണം ഞങ്ങൾ ഈ വിട്ടുവീഴ്ചയുടെ ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ. കാരണം ഞങ്ങൾ എത്രമാത്രം കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറാണ്. കാരണം ആരെയും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. BJP വിരുദ്ധ പോരാട്ടത്തിൽ കൂടെ നിൽക്കുമെങ്കിൽ, ഞങ്ങളുടെ മുന്നണിയിലൊപ്പം നിൽക്കുമെങ്കിൽ ആരെയും ഞങ്ങൾ കൂട്ടാൻ തയ്യാറാണ്. അതിനുവേണ്ടി എന്തു ത്യാഗവും സഹിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം വളരെ കൃത്യമായി പറഞ്ഞു, ഇവിടെ ആര് പ്രധാനമന്ത്രി ആകുന്നു ഉള്ള നല്ല പ്രശ്നം. രാഹുൽ ഗാന്ധിയാണോ വലിയവൻ, അല്ലെ അരവിന്ദ് കെജ്രിവാൾ ആണോ വലിയവൻ എന്നൊന്നും അല്ലാത്ത വിഷയം. ഞങ്ങൾ എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിൽ പോയി എങ്ങനെ, കാരണം ഞങ്ങൾ പോരാട്ടം വിജയം കാണുന്നു എന്നുള്ളതാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ BJPയിൽ ഇപ്പോൾ കാണുന്ന ആശയക്കുഴപ്പങ്ങളും. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഈ പിന്നെ ഹരിയാനയിൽ പോലും BJPയുടെ ഒപ്പം നിന്ന 3 MLA-മാരാണ് പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യയുടെ ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഗുജറാത്ത് ഉൾപ്പെടെ ഒരു കാലഘട്ടത്തിൽ BJPയുടെ വലിയ കോട്ട, കാവിക്കോട്ടകൾ എന്ന് പറഞ്ഞ BJP. ശരി, ശ്രീ കെ ശ്രീകാന്ത്, ഇവിടെ സന്തോഷ് ജോയി കാര്യം അവതരിപ്പിച്ച സമയത്ത് താങ്കൾ അതിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്താണ് താങ്കളുടെ ആ പ്രതിഷേധത്തിന് കാരണം? സന്തോഷ് ജോയി പറഞ്ഞതിലെ ആ ഒരു എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? താങ്കളുടെ ഒരു മറുപടി എന്താണ്? എനിക്ക് മനസ്സിലാവാത്തതല്ല, ഒരുപക്ഷെ താങ്കൾക്ക് മനസ്സിലായി കാണില്ല. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം ഇവിടത്തെ ഹൈന്ദവ വിശ്വാസികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്, അവഹേളിക്കുകയാണ്. കാരണം ഒരാള് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഹിന്ദുത്വത്തിന്റെ ഭാഗമായിട്ട് എന്ന് പറയുന്നത് അത് ഹിന്ദുക്കളെ മൊത്തം അവഹേളിക്കുന്നത് തുല്യമാണ്. മറ്റൊരു കാര്യം പറയാം, ഇപ്പോ അരവിന്ദ് കെജ്രിവാള് ഹനുമാൻ മന്ദിരത്തിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ അയോധ്യയിലേക്ക് പോകട്ടെ, മറ്റേത് ക്ഷേത്രത്തിലേക്ക് പോകട്ടെ, അതിന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇങ്ങനെ വെറും ക്ഷേത്രങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോകുന്നത് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം തിരിച്ചറിയാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സാധിക്കും. അത് ഹൈന്ദവരെയാണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിൽ ആ ഹൈന്ദവ സമൂഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് കൊണ്ടാണല്ലോ ഈ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ, ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ക്ഷേത്രങ്ങളിൽ പോയി അവിടെ ക്ഷേത്രങ്ങളിൽ ചന്ദനവും കുങ്കുമവും ഒക്കെ ഭസ്മവും ഒക്കെ ഇട്ട് പബ്ലിക് പരിപാടികളിൽ വരുമ്പോ ആ രാഷ്ട്രീയം തിരിച്ചറിയാൻ കഴിയുന്നവരാണ് ഉത്തരേന്ത്യയിലെ ജനങ്ങളും. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കാണിക്കുന്നവരെ
അതേ ഭാഷയിൽ തെരഞ്ഞെടുപ്പിൽ അവർ ഉത്തരം കൊടുക്കുന്നത്. അവര് ജനവിധി, അവര് പോളിംഗ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇത്തരം വ്യാജന്മാരെയും ഇത്തരം കപട വേഷധാരികളെയും തിരിച്ചറിയാൻ കഴിവുള്ളതാണ്. അതുകൊണ്ടാണ് ഈ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും കോൺഗ്രസിന് രക്ഷപ്പെടാൻ സാധിക്കാത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 2019 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റാണ്. ഇത്തവണ അവര് പറയുന്നത് മോദി സർക്കാരിനെ പുറത്താക്കും, മോദിയെ എന്ത് വില കൊടുക്കും പുറത്താക്കുമെന്നാണ്. കഴിഞ്ഞ 5 വർഷം അതിനു വേണ്ടിയിട്ടുള്ള അപപ്രചരണങ്ങൾ നടത്തി. എത്രത്തോളം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഇല്ലായ്മ കാണിച്ചു എന്ന് വെച്ചാൽ, പരമ്പരാഗതമായിട്ട് ജയിച്ചിരുന്ന നെഹ്റു കുടുംബം ജയിച്ചിരുന്ന രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്തിരുന്ന ആ അമേഠിയില് കഴിഞ്ഞ വർഷം തോറ്റുപോയി എന്ന് ആ സീറ്റ് തിരിച്ചു പിടിച്ച് ഈ രാഹുൽ ഗാന്ധി പോകണ്ടേ? അവിടെ പോകാൻ മത്സരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. രാജ്യത്തെയും ഇത്രയും കാലം പ്രതിനിധീകരിച്ച രാഹുൽ ഗാന്ധിയുടെ അമ്മ, കോൺഗ്രസിന്റെ നേതാവ് സോണിയാഗാന്ധി മത്സരത്തിൽ നിന്ന് നേരത്തെ തന്നെ പിൻവാങ്ങി ലോക്സഭയിൽ മത്സരിക്കാതെ നേരത്തെ പോയി രാജ്യസഭയിൽ അഭയം തേടുകയാണ്. രാജ്യസഭയിലും തോൽക്കുകയാണ്. പിന്നെ എവിടെയാണ് ഇവർ ജയിക്കുക? കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റും കിട്ടില്ല, വോട്ടും കിട്ടില്ല. അവര് ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് അഴിമതിക്കാരെയും മോദി വിരുദ്ധരെയും സംഘപരിവാര വിരുദ്ധരെയും അവരെയും കൂട്ടും പിടിച്ചാലും അവർ ഇത്തവണയും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അവർ കള്ളപ്രചരണങ്ങൾ നടത്തുന്നു. സുപ്രീം കോടതി ഇപ്പൊ ഈ കേസിൽ അങ്ങനെ വരുമോ എന്നുള്ള ഒരു പേടി ഞങ്ങൾക്കുണ്ട്. കാരണം സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് അരവിന്ദ് കെജ്രിവാളിന് ഇന്റർവ്യൂ ബെയിൽ കൊടുത്തപ്പോ പറഞ്ഞു, ഇത് ഒരു തരത്തിലും ഇതിന്റെ മെറിറ്റ് ഇതിന്റെ അടിസ്ഥാനത്തിലല്ല, അങ്ങനെ ആരും കരുതുന്നത് വളരെ കൃത്യമായിട്ട് ശരിയാണ് ശ്രീകാന്ത്, ആ കാര്യം വിധിന്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും ചർച്ചയാക്കരുത്, സംസാരിക്കരുത് എന്നും വ്യക്തമായിട്ട് തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ട്. ശരി കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ മുൻപിൽ ഈ കോടതി സന്തോഷ് ജോയി, ഇതിൽ ഇപ്പോൾ ഈ 1-1-2 എന്നത് രാഷ്ട്രീയത്തിൽ ശരിയാകില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടിയതോടുകൂടി BJPയെ ഇല്ലാതാക്കാൻ കഴിയും, അത് ഡൽഹിയിലും പഞ്ചാബിലും ഗുജറാത്തിലുമൊക്കെ സാധ്യമാകുമെന്ന രീതിയിലുള്ള വിലയിരുത്തൽ പറയുന്നത് അത് മൗഢ്യമായ കാര്യമല്ലേ? ഈ ഒരു യോജിപ്പ് അല്ലെങ്കിൽ കേജ്രിവാൾ പുറത്തു വന്നത് ഇത് ഈ സംസ്ഥാനങ്ങൾ തൂത്തുവാരുവാനൊക്കെ ഉപയോഗപ്പെടും എന്ന രീതിയിലുള്ള വിലയിരുത്തൽ നടത്തുവാൻ ഈ ഘട്ടത്തിൽ കഴിയുകയില്ലല്ലോ. ഒരുപക്ഷെ ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങൾ വളരെ എക്സൈറ്റിംഗ് ദിവസമാണ്. പക്ഷെ മഞ്ജുഷ് ഒരു കാര്യം മനസ്സിലാക്കണം, അരവിന്ദ് കേജ്രിവാളിന് ബെയിൽ കിട്ടിയോടുകൂടി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ അരവിന്ദ് കേജ്രിവാളിനും ആം ആദ്മി പാർട്ടികളുടെ അണികൾക്ക് ചെയ്യാൻ പറ്റും. നാളെ രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോയി തൊഴുതായിരുന്നെങ്കിൽ അതൊരു തമാശയാക്കി മാറ്റി രാഹുൽ ഗാന്ധിയെ സീസണൽ ബ്രാഹ്മണൻ എന്നൊക്കെ പേര് പറഞ്ഞ് തമാശയാക്കി മാറ്റും. പക്ഷേ അരവിന്ദ് കേജ്രിവാൾ ഈ മൊത്തം ക്യാമ്പയിനെ നാളെ വൃത്തിയായിട്ട് ചെയ്ത് മൊത്തം സിമ്പത്തിയെ വാരിയെടുക്കാൻ കഴിവുള്ള ഒരാളാണ് അരവിന്ദ് കേജ്രിവാൾ. ഇത് ആദ്യമായിട്ടല്ല, RSSും സംഘ് പരിവാറും ഉണ്ടാക്കിയ കളത്തിൽ കളിച്ച് കുട്ടപ്പനായി വിക്ടോറിയസ് ആയി തിരിച്ചു വരുന്നത് ഇത് ചരിത്രം ആവർത്തിക്കുന്നതാണ്, ആദ്യമായിട്ടല്ല. 2014 സംഘ് പരിവാർ, രാംദേവ്, നമ്മുടെ ഈ പല ആൾക്കാർ ഉൾപ്പെടെയുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ. അതിന് സംഘ് പരിവാറിന്റെ പ്രത്യക്ഷമായും പരോക്ഷമായും സപ്പോർട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു. ആ ക്യാമ്പയിനിൽ സംഘ് പരിവാർ എലിമെന്റ്സിനെ മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ BJPയുടെ ഒരുപക്ഷെ എക്സിസ്റ്റൻസ് ബേസിക്കലി ഡൽഹി പൊളിറ്റിക്സിൽ നിന്ന് മാറ്റിയ ഒരാളാണ് അരവിന്ദ് കേജ്രിവാൾ. അത് BJPക്ക് അറിയാം. ഒരുപക്ഷെ നാളെ തൊട്ട് ക്യാമ്പയിൻ മൊത്തം അരവിന്ദ് കേജ്രിവാൾ വേഴ്സസ് BJP ആയി മാറും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും എഗെയിൻസ്റ്റ് ഉള്ള ആഞ്ഞടി BJPക്ക് ഇനിയും കുറച്ചൊന്ന് നിർത്തേണ്ടി വരും. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രചാരണം ശക്തമാകുമെന്നത് ഉറപ്പാണ്.
നാളെ തന്നെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുവാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനം. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയരുതെന്ന വിലക്ക് മാത്രമാണ് ഉള്ളത്. പക്ഷേ രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹത്തിന് ചർച്ചയാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇന്ത്യ സഖ്യത്തിന്റെ അമരത്തേക്ക് കേജ്രിവാൾ വരുന്നു എന്ന രീതിയിലുള്ള പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേതാക്കളുടെ പ്രതികരണവും ഈ രീതിയിലുള്ളതാണ്. നന്ദി. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം ഇന്ത്യ സഖ്യത്തിന് കരുത്താകുമോ? കരുത്താകുമെന്ന് 66% പ്രേക്ഷകർ, ഇല്ല എന്ന് 32%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.